ഇപ്പം അമേരിക്കയിലെ കൊളറാഡോയിൽ കൊളംബിയ ഹൈസ്കൂളിൽ ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥി 1999 12 സഹപാഠികളെയും ഒരു ടീച്ചറെയും വെടിവെച്ചു വന്നത്. 21 കുട്ടികൾക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റു. ഏതാണ്ട് അതുമുതൽക്ക് ഇങ്ങോട്ട് ഈ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങളും ഇതിനെ നേരിടേണ്ടത് എങ്ങനെയെന്നതും ആ ചർച്ച ലോകവ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുക. 2007 ഏപ്രിലാണ് വെർജീനിയയിലെ ബ്ലക്സ്ബറിയിലും ഏകദേശം ഇതിന് തുല്യമായ സംഭവം ഉണ്ടായത്. അതിനുശേഷം ന്യൂ ടൗൺ, ടെക്സാസ്, ഫ്ലോറിഡ, റെഡ് ലേക്ക്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് സഹപാഠികളെ കൊന്നത്. അവിടെയെല്ലാം 28ഉം 22ഉം 17ഉം ഒക്കെ കുട്ടികളാണ് പടഞ്ഞു വീണ് മരിച്ചത്. ഇങ്ങനെയൊരു തുടർ പരമ്പര ഉണ്ടായപ്പോഴാണ് ലോകമാകെ ഉയർന്നുകൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്തത്. ലോകം തന്നെ ഇത് ചർച്ചക്കെടുത്തു. ഐക്യരാഷ്ട്രസഭ പോലും ഒരു ആഗോള പ്രതിഭാസമായി കുട്ടികളുടെ അക്രമോപാസന പടരുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠ രേഖപ്പെടുന്ന നിലയിലേക്ക് എത്തി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു എന്നത് കേരളത്തിൽ ഇതുണ്ടാവുന്നതിനുള്ള ന്യായീകരണമല്ല. പക്ഷേ ഒന്ന് നാം കാണണം, കേരളവും ലോകത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ സവിശേഷമായ ഒരു സംസ്കാരം നമ്മുടെ നാടിനുണ്ട്, ജീവിത സാഹചര്യമുണ്ട്. അതിന് നിരക്കുന്നത് മാത്രമേ ഇവിടെ സംഭവിക്കാൻ പാടുള്ളൂ. അതിന് നിരക്കുന്നതല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നാം ഗൗരവമായി കാണണം. നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണിന്ന്. അതാണൊരു പ്രത്യേകത. ഒരു കാര്യം ചിലപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ നിങ്ങൾ ചിലർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയെന്ന് വരും. മുതലാളിത്തവും ആധുനിക മുതലാളിത്തവും അതിൻ്റെ ഭാഗമായി വന്ന പുതിയ കമ്പോള വ്യവസ്ഥയും അതിൻ്റെ എല്ലാം ഭാഗമായി ഉയർന്നു വന്ന അതിതീവ്ര മത്സരാധിഷ്ഠിത ജീവിതവും കുട്ടികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. വലിയ തോതിലുള്ള അസ്വസ്ഥത കുട്ടികളിൽ വരികയാണ്. എല്ലായിടത്തും കടുത്ത മത്സരമാണ്. എൻട്രൻസിന് മത്സരം, ഇൻ്റർവ്യൂവിന് മത്സരം, തൊഴിൽ കിട്ടാൻ മത്സരം, തൊഴിലിൽ പിടിച്ചു നിൽക്കാൻ മത്സരം, സഹോദരങ്ങൾ തമ്മിൽ മത്സരം, ഇങ്ങനെ എവിടെയും മത്സരം. ഇതിൻ്റെ ഭാഗമായി ഈ മത്സരത്തിൻ്റെ അന്തരീക്ഷം കുട്ടിയിലുണ്ടാക്കുന്നത് എന്താ? ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ ജയിക്കാനാവും. അത്തരമൊരു ചിന്ത കുട്ടികളിൽ വളരുന്നുണ്ടോ? അതോടൊപ്പം തന്നെ തെറ്റായ രീതിയിൽ നേരത്തെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ, ഈ സഹോദരങ്ങളും സഹപാഠികളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി പറഞ്ഞു വന്നൊരു തോന്നലെനിക്ക്. അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ. പക്ഷേ ഇപ്പോൾ ഒപ്പമുള്ളവൻ ശത്രുവാണോ എന്നൊരു ബോധത്തിലേക്ക് കുട്ടി മാറുന്നു. അപ്പോൾ ആഗോളവൽക്കരണ സമ്പദ്ഘടനയും അതുണ്ടാക്കുന്ന കമ്പോള മത്സരങ്ങളും യുവമനസ്സുകളിൽ ഒപ്പമുള്ളവർ ശത്രുക്കളെന്ന ചിന്തയാണ് വളർത്തുന്നത്. അപ്പോൾ പുതിയ തലമുറയുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അജ്ഞാതനായ ശത്രുവിനോട് പക വീട്ടാനുള്ള ഒരവസരവും കളയരുത്. ആ ശത്രു കൂടെയുള്ളവർ തന്നെ ആവാം. ഇത്തരമൊരു ചിന്ത കുട്ടികളിലെ അരക്ഷിതാവസ്ഥ വളരുന്നതിനിടയാക്കുന്നുണ്ടോ എന്നത് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ,
ബാല്യത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ, ഇത് കുട്ടികൾക്ക് മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതരോടോ സ്നേഹമുണ്ടാക്കാത്ത അവസ്ഥയുണ്ടാക്കുന്നു. സഹജീവി സ്നേഹം അതുതന്നെ ഇല്ലാതായി പോകും. ഓരോ പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം. വീട്ടിലെ മുറി ഒരു പെട്ടി, പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി, അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു പെട്ടി. ഈ തരത്തിലേക്ക് കുട്ടി കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അത് കുട്ടിയുടെ ബാല്യം. അപ്പോൾ സകലം പഠിപ്പിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം, കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം, ആ ഘട്ടത്തിലൊന്നും കുട്ടിക്കതിന് കഴിയുന്നില്ല. കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് എല്ലാവർക്കും, സമൂഹത്തിനാകെ. ഈ ഒരു ചിന്തയുടെ ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ ഒരു തരം അടഞ്ഞ മനസ്സ്, എല്ലാം പഠിപ്പിനപ്പുറം ഒന്നുമില്ല എന്നൊരു മട്ടിലേക്ക് മാറുന്ന കുട്ടി, ഇതാണ് പൊതുവേ കാണാൻ നമുക്ക് കഴിയുക. ഇനി വീട്ടിലെത്തിയാലോ, എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടാൻ ചില കുടുംബങ്ങളിൽ ആരുമില്ല. അവിടെ അച്ഛനമ്മമാർക്ക് തന്നെ ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ ലോകങ്ങളിൽ. സ്വകാര്യ ലോകം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ TV സീരിയലാകാം, അല്ലെങ്കിൽ ഫോണിൽ അഭിരമിക്കലാകാം. അപ്പോൾ കുട്ടിക്ക് വരുന്നത് എന്താ? ഒരുതരം വല്ലാത്ത അനാഥാവസ്ഥ. ഇപ്പം ഇവിടെ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എങ്ങനെ രക്ഷിതാക്കളായി മാറണം, രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ആ കാര്യവും ഈ സമൂഹത്തിൽ വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുട്ടി എന്താകുന്നു? കുട്ടി തൻ്റേതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ഒരുങ്ങുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഡിജിറ്റൽ എഡിക്ഷൻ കുട്ടിയിലേക്ക് മാറുന്നു, കുട്ടിക്ക് വരുന്നു. അതിൽ നടത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ഒക്കെ ആ കുട്ടിയുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ ഡിജിറ്റൽ എഡിക്ഷനും ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. ഇതൊക്കെ വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ് നാം കാണേണ്ടത്. നമ്മളൊന്നിനും ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കുകയല്ല. ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ എങ്ങനെയൊക്കെ വളർന്നു എന്നുള്ളത് അവതരിപ്പിക്കുക മാത്രമാണ്. വേറൊന്നും ഇവിടെ ശരിയായ രൂപത്തിൽ പറയുകയുണ്ടായി. സിനിമകളുടെ കാര്യം, സീരിയലുകളുടെ കാര്യം, അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ്. പോലീസിൻ്റെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ, ഏതോ ഒരു സിനിമയിൽ ഒരു നടൻ വന്നിട്ട് അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, അത് കണ്ടിട്ട് കുട്ടികൾ ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. കണ്ടില്ല എന്നുള്ളതല്ല, ഇങ്ങനൊരു അവസ്ഥയുണ്ട് എന്നർത്ഥം. ആ സിനിമ ഞാൻ കാണാൻ റെഡിയായിരുന്നു, ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ്. ഇവിടെ ശരിയായ രീതിയിൽ പറഞ്ഞു, ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില, ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം. പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും നമ്മളാ കാര്യം ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത്.